എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എപ്പിസ്കോപ്പൽ സഭകൾ, പെന്തക്കോസ്ത് സഭകൾ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. രസകരമായൊരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ക്രിസ്തീയ മാർഗത്തിലുള്ളവരാണെങ്കിലും ഇവർക്ക് തമ്മിൽ ഒരിക്കലും യോജിപ്പില്ല. എപ്പിസ്കോപ്പൽ സഭക്കാർക്ക് പെന്തക്കോസുകാരെ കാണുന്ന അലർജിയാണ്. അവരെക്കുറിച്ച് ഈ പെന്തക്കോസുകാർ കള്ളന്മാരാ എന്ന് പറഞ്ഞ് പരിഹാസം തുടങ്ങും. പെന്തക്കോസുകാരും തെറ്റും മറിച്ചല്ല, അവരും അങ്ങനെ തന്നെ എപ്പിസ്കോപ്പൽ സഭക്കാരെ കാണുമ്പോൾ ഇവർക്കൊന്നും ദൈവവചനം അറിയത്തില്ല, ഇവരൊക്കെ ജാതീയമായ രീതിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങളെല്ലാം ഉണ്ട്. ഇനി ഈ രണ്ടു കൂട്ടരെയും ഇവിടുത്തെ മറ്റ് മാർഗ്ഗക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് വസ്തുത. ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന പെന്തക്കോസ് സമൂഹത്തിലെ ഏതെങ്കിലും ഉപദേശമോ അല്ലെ പെന്തക്കോസുകാരെ കാണുന്ന അവർക്ക് ഇഷ്ടമല്ല. ഒരു ജാതിക്കും ഒരു മതത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് വിരോധാഭാസമായി തോന്നിയൊരു കാര്യം, ഇവരിഷ്ടക്കട കാണിക്കുന്നതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരുടെ ആശയങ്ങളും മറ്റവരുടെ ആശയങ്ങളും തമ്മിൽ യോജിക്കാത്തതുകൊണ്ടാണ് ഈ ഇഷ്ടക്കേടുകൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്ത് വിരോധാഭാസമായി തോന്നിയൊരു കാര്യം, ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ രഹസ്യമായിട്ട് പോവുകയും കൈ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? പ്രവാചകന്മാർ വന്നു എന്നറിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പെന്തക്കോസിലെ ഉപദേശി ഒരു പ്രവാചകനാണെന്നറിഞ്ഞാൽ, ഈ എപ്പിസ്കോപ്പൽ സഭകളിലെ ഓർത്തഡോക്സ്, കത്തോലിക്ക, ക്നാനായ ഏത് സമൂഹം എടുത്താലും നോക്കിയാലും കൊള്ളാം, പ്രവാചകൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ രഹസ്യമായിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് പ്രവാചകൻ്റെ അടുക്ക പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഒരു വിരോധമില്ല. പെന്തക്കോസുകാർ കള്ളന്മാരാന്നും പറയത്തില്ല, ഒന്നും പറയത്തില്ല. പ്രവാചകൻ എന്ത് പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യും. ഇനി ഈ സ്ഥലത്തേക്ക് ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റുള്ള ക്രൈസ്തവ സമൂഹം മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഹിന്ദുക്കളും പോകും. വളരെ കെടികെട്ടി RSSകാർ, ഭയങ്കര ശക്തമായിട്ട് സുവിശേഷത്തെ എതിർക്കുന്ന RSSകാർ വരെ വളരെ രഹസ്യമായിട്ട് പ്രവാചകന്മാരുടെ അടുക്ക പോയി ആലോചന കേൾക്കാൻ പോകും. എനിക്കതാണ് വിരോധാഭാസമായി തോന്നിയത്. എന്താണ് അതിൻ്റെ കാരണം? അപ്പം ഞാനതിനകത്ത് മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ. എല്ലാ മനുഷ്യർക്കും തത്വത്തിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകണം. അവരെല്ലാം പ്രശ്നങ്ങളിലാണ്. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം. അതും ലളിതമായി കൃത്യമായി സാധ്യമാക്കി തരുന്ന വ്യക്തി ആരാണെങ്കിലും കുഴപ്പമില്ല. അവിടെ പോകാൻ അവർ രഹസ്യമായിട്ടാണെങ്കിലും പോകാൻ തയ്യാറാണ്. വേണമെങ്കിൽ പണവും കൊടുക്കും, വേണമെങ്കിലെന്നല്ല, ഇഷ്ടംപോലെ പണം കൊടുക്കും. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയ മേഖലയിൽ പ്രവാചകന്മാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതിപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും കൊള്ളാം, ക്രിസ്ത്യാനികളാണെങ്കിലും കൊള്ളാം, മുസ്ലിങ്ങളാണെങ്കിലും കൊള്ളാം, ഇവിടെ എല്ലാം പ്രവാചകന്മാർക്ക്, അതായത് ഭാവിയും ഭൂതവും പറയുന്ന, നിങ്ങളുടെ ആസന്ന ഭാവിയിൽ നിങ്ങളുടെ വിഷയം ഇതാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം ഇതാണ്, അപ്പോൾ നിലവിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം പറയുകയും അതിൻ്റെ പരിഹാരം പറയുകയും ഇനി വരാനിരിക്കുന്നത് എന്താണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് ഭയങ്കര താല്പര്യമാണ്. അവിടെ ജാതിയും മതവും ആശയവും ഉപദേശവും ഒന്നും ഒരു വിഷയമില്ല. ഇവൻ എന്താ പറയണ്ടേ, എല്ലാ വർഗീയത അവിടെ അവസാനിക്കും. ഇവരൊക്കെ രഹസ്യമായിട്ട് പോകണം. അപ്പം ഇതിൻ്റെ കാരണം മനുഷ്യനിൽ ഈ ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ സ്വഭാവം കൃത്യമായിട്ട് ബുദ്ധിയുള്ളവന്മാർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവർ പണം ഉണ്ടാക്കുന്നുമുണ്ട്. ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഇവരെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? വേദപുസ്തകത്തിൽ പ്രവാചകന്മാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രവാചകന്മാരെക്കുറിച്ച് എഴുതിയെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ രണ്ട് വിധ പ്രവാചകന്മാരെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. രണ്ട് പ്രവാചകന്മാരെയും നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, ക്രൈസ്തവ സമൂഹത്തിൽ നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, അല്ല നിങ്ങളും ഇനിയും പ്രവചനമാണ് പറയുന്നതെങ്കിൽ നിങ്ങളും ഒക്കെ ഈ ഏത് ഗണത്തിൽ പെടുമെന്നൊന്ന് പരിശോധിക്കുക. വേദപുസ്തകത്തിൽ പറയുന്ന പ്രവാചകന്മാരുടെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ വേദപുസ്തകം ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയതാണ് ക്രൈസ്തവ സമൂഹം മുഴുവൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമെന്നാണ് വേദപുസ്തകത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് പഴയ നിയമത്തിലൊരു വാക്യത്തിലേക്ക് പോകും. പഴയ നിയമത്തിലാണ് ഒരുപാട് പ്രവാചകന്മാരുള്ളത്. ദൈവം ഒരുപാട് പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഈ പ്രവചനം എന്ന വാക്കുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് സംഭവിക്കാനിരിക്കുന്ന വിഷയമാണ്, മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനം എന്നുള്ളത് ഒരു സത്യം. എന്നാൽ അപ്പോൾ തന്നെ ദൈവം പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നത് മനുഷ്യരോട്, ദൈവത്തിന്, ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തോട് ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയേണ്ടതിനായി ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് പ്രവാചകൻ. അതായത് ദൈവം പറഞ്ഞ കാര്യം മനുഷ്യനോട് വന്ന് പറയുന്ന ആളാണ് പ്രവാചകൻ. പുരോഹിതനുണ്ട് കേട്ടോ. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വിഷയങ്ങളെ ദൈവത്തോട് എന്ന് പറയുന്നവരാണ് പുരോഹിതൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ഒരുപാട്, വേദപുസ്തകത്തിലെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ആസന്ന ഭാവിയിൽ അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനകത്ത് മീഖ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. മീഖായുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയും, പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ
ഒന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ, ഇത് പരിഹാസമാണോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വളരെ കറക്റ്റാണ്. അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടുമുണ്ടാകും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും, ലക്ഷണം പറയുന്നവർ നാണിക്കും. ദൈവത്തിൻ്റെ ഉത്തരമില്ലായ്ക കൊണ്ട് അവരൊക്കെയും വായ് പൊത്തും. അപ്പം ആ നിലയിൽ കുറേ പ്രവാചകന്മാരുണ്ടാകും എന്ന് മുൻകൂട്ടി മീഖാ പ്രവാചകൻ തന്നെ പ്രവചിച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? വായ്ക്ക്, പല്ലിന് കടിപ്പാൻ വല്ലതും ഇട്ടുകൊടുക്കുക. പല്ലിന് കടിപ്പാൻ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചാപ്പാട് കൊടുത്താൽ നിങ്ങളെക്കുറിച്ച് നന്നായി പ്രവചിക്കുന്ന പുള്ളികൾ. ഇനിയൊന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ദോഷം പറയുന്ന ആളുകളെ, അത് വിശുദ്ധ യുദ്ധം ഘോഷിക്കുന്ന പറഞ്ഞാൽ അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവൻ്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുന്ന പ്രവാചകന്മാർ. അതായത് ഈ പ്രവാചകന് നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ നിങ്ങളെ പരമാവധി സൂചിപ്പിക്കാനുള്ള സാധനം പറഞ്ഞു തരും. ഇനി അതല്ല, നിങ്ങളെ കൊണ്ട് പ്രവാചകന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എങ്കിൽ, അല്ല ദോഷമാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എല്ലാ ശാപവാക്കും വേണമെങ്കിൽ പറയും. ആ സൈസ് പ്രവാചകന്മാരുണ്ട്. അതേ അധ്യായത്തിൽ തുടർന്ന് മുന്നോട്ട് വരുമ്പം ഏതാണ്ട് അതിൻ്റെ ഒരു 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു: അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. ഇതൊക്കെ കാവഠ്യക്കാരെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുരോഹിതന്മാർ മിക്കവാറും എല്ലാവരും ഉപദേശിക്കുന്നതിന് കൂലി വാങ്ങുന്ന പുള്ളികൾ തന്നെയാണ്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നത്. കേട്ടോ, അടുത്തത് പ്രവാചകന്മാരെ കുറിച്ചാണ്. 11-ാമത്തെ വാക്യമാണ് മീഖായുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു, എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും. അങ്ങനെയുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പ്രവാചകന്മാർക്ക് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവചിക്കുന്നത്. നിങ്ങൾ പണം കൊടുക്കണം. ഇനി പണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പറയും, ദൈവം നമ്മുടെ ഇടയിലുണ്ട്, ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവാ, ദൈവം വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോവാ, ദൈവം വിടുതൽ തരാൻ പോവാ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂട്ടം പ്രവാചകന്മാരെക്കുറിച്ച് മീഖാ പ്രവാചകൻ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് ഞാൻ വായിച്ചത്. ഇനി നമുക്ക് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തു തന്നെ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്തിനാണെന്നും കൂടി പറയുന്നു. ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു: അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഭയിൽ യേശുക്രിസ്തു നിയമിച്ചിരിക്കുന്ന വ്യക്തികളുടെ കാര്യം പറഞ്ഞത് അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അങ്ങനെ യേശുക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട കുറേ ശുശ്രൂഷകന്മാരുണ്ട്. എന്തിനാണ് ഇവർ നിയമിക്കപ്പെട്ടത്? യേശുക്രിസ്തു എന്തിനാണ് ഇവരെ നിയമിച്ചിരിക്കുന്നതെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുക. എന്തിനാണെന്നറിയാമോ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അതായത് യേശുക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട പ്രവാചകൻ, ഇവിടെ പലരുണ്ട്, അതിനകത്ത് പ്രവാചകനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ പ്രവാചകനാണല്ലോ നമ്മുടെ വിഷയം. യേശുക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട പ്രവാചകൻ്റെ ശുശ്രൂഷ യേശുക്രിസ്തു എന്തിനാണ് നിയമിച്ചിരിക്കുന്നത് അറിയാമോ? അവിടെ വളരെ വ്യക്തമായി ഒന്നുകൂടെ അത് ആവർത്തിക്കാം. അവരെ നിയമിച്ചിരിക്കുന്നത് നാം എല്ലാവരും, അതായത് ഈ പ്രവാചകൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനങ്ങളെല്ലാവരും, ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും വിശ്വാസത്തിൽ ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഉള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേല എന്ന് പറഞ്ഞാൽ അവർ പരിജ്ഞാനത്തിൽ വളരണം. അവർ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ ബലപ്പെട്ട് വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഉള്ള ഐക്യത, അതായത് ഈ ശുശ്രൂഷകൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനങ്ങൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വളരണം. അവർ സ്ഥാനം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ യഥാസ്ഥാനത്താക്കണം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്ത്. അപ്പം ഒരു പ്രവാചകൻ്റെ പ്രവചന ശുശ്രൂഷയിലൂടെ നടക്കേണ്ട കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാവരും ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വളരണം. ഭിന്നത ഉണ്ടാകരുത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ അവർ വളരണം.
യേശുക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ ആ തികവ്, ആ അളവിലേക്ക് വരുമ്പോൾ ആത്മീയ വളർച്ച ഉണ്ടാകണം. ഇവർക്ക് സ്ഥാനം തെറ്റി, അതായത് ദൈവകൃപയിൽ നിന്ന് ഇവർ തെറ്റിപ്പോകുന്നെങ്കിൽ യഥാസ്ഥാനപ്പെടണം. അതായത് ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് ക്രിസ്തുവിൻ്റെ സർവ്വ പരിജ്ഞാനത്തിലും നിറച്ച് ആ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ ഇവർ ഇരിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ക്രിസ്തുവിനെ പോലെ ആയി വളരാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷകന്മാരെ എല്ലാം നിയമിച്ചത്. കർത്താവ് തന്നെ ഇത് പറയുന്നുണ്ട്. യേശുക്രിസ്തു പിതാവിനോട് പോലും പ്രാർത്ഥിക്കുന്നു, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ട്രിനിറ്റി വിശ്വസിക്കുന്നവർക്കറിയാം സാരാംശത്തിൽ ഒന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ. യേശുക്രിസ്തു പറഞ്ഞു ഞാനും നീയും ഒന്നായിരിക്കുന്നില്ല, പിതാവിനോട് പ്രാർത്ഥിക്കും ഞാനും നീയും ഒന്നായിരിക്കുന്നത്, ഇവരും നമ്മളിൽ ഒന്നായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകളിലൂടെ നിവർത്തിക്കപ്പെടേണ്ടത് ആ കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ ആ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ആ ഐക്യത്തിൽ തന്നെ ഇവരും തമ്മിൽ ഐക്യമുള്ളവരായി കർത്താവുമായും ഐക്യതയുള്ളവരായി മാറണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. എന്തായാലും കർത്താവ് നിയമിച്ചിട്ടുള്ള പ്രവാചകന്മാരാണെങ്കിൽ ഈ ശുശ്രൂഷ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തിരുവഴുത്തിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അവൻ പ്രവർത്തിക്കും ആര് തടയും, അവൻ തുറന്നാൽ ആരടയ്ക്കും, അവൻ അടച്ചാൽ ആര് തുറക്കും. യേശുക്രിസ്തു ഒരു കാര്യം തീരുമാനിച്ച ശുശ്രൂഷകന്മാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ശുശ്രൂഷ നടന്നിരിക്കും. ഇനി യാതൊരു സംശയം വേണ്ട. യേശുക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരുടെ ഒരു അടയാളമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു ഭാഗം കൂടെ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പ്രവചിക്കുന്നവനോ, 1 കൊരിന്ത്യ ലേഖനം 14 അധ്യായത്തിൻ്റെ 3 വാക്യമാണ്, പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനും മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചിക്കുന്നവൻ്റെ പ്രവചനം കേട്ടാൽ ആത്മീക വർധന ഉണ്ടാകണം, പ്രബോധനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. അപ്പം ഇന്ന് ഈ പറയുന്ന വിവിധ സമുദായങ്ങളിലുള്ളവർ, ഞാൻ മുമ്പേ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓർത്തഡോക്സുകാർ, കത്തോലിക്കർ, മർത്തോമാക്കാരൊക്കെ രഹസ്യമായിട്ട് പ്രവാചകന്മാരെ കാണാൻ പോകാറുണ്ട്. ഇവൻ ആ കൂട്ടത്തിൽ ഹിന്ദുക്കളും പോകാറുണ്ട്. ചില ക്ഷേത്രങ്ങളും ചില പള്ളികളും കണ്ടിട്ടില്ല, എല്ലാ ആൾക്കാരും പോയി അവിടെ വണങ്ങും. എന്നാൽ ഇവർക്ക് തമ്മിൽ ഐക്യതയില്ല. അവരുടെ പിള്ളേരെ അങ്ങോട്ട് കെട്ടിക്കത്തില്ല, അവിടുത്തെ കൊച്ചുങ്ങളെ ഇങ്ങോട്ടും എടുക്കത്തില്ല, അവരെക്കുറിച്ച് സംസാരിച്ചാൽ അവരുടെ ഭയങ്കര ഐത്തവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ ഇവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അമ്പലത്തിൽ പോവുക, പ്രവാചകനെ കാണുക, എന്ത് ചെയ്യാനും ഇവരെല്ലാം ഐക്യതയുള്ളവരാണ്. ഇവൻ പെന്തക്കോസ് പ്രവാചകന്മാരാണെങ്കിൽ പെന്തക്കോസ് പ്രവാചകന്മാരുടെ വീട്ടിൽ രഹസ്യമായിട്ടാണെങ്കിൽ പോലും ഇവരെല്ലാം ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ വിളിച്ച്, പക്ഷേ പ്രാർത്ഥിക്കണേ, എന്നെ വിളിച്ച് പലരും പറയാറുണ്ട്, പ്രാർത്ഥിക്കണേ, ഇന്നൊരു പ്രശ്നമുണ്ട്, കൊച്ചിൻ്റെ പരീക്ഷ വരുന്നു, അല്ലെങ്കിൽ അത് വരുന്നു, ഇത് വരുന്നു, പ്രാർത്ഥിക്കണേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇവരെല്ലാവരും വേണം. പക്ഷേ ഐക്യത ഇവർക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകൻ ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണ്ടേ? ഇനി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഈ ഭാഗത്തിനകത്ത് വിശദീകരിച്ച് താഴോട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. പ്രബോധനമുണ്ടാകണം, ആശ്വാസമുണ്ടാകണം, ആത്മീയവർദ്ധനം ഉണ്ടാകണം. ഈ പ്രവാചകൻ്റെ പ്രവചനം കൊണ്ട് ഇതുണ്ടാകുന്നുണ്ടോ? ഇനി കള്ളപ്രവാചകന്മാരുടെ ഒരു ഐഡൻറ്റിറ്റി യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലാണ്. 1 ലേഖനം 4 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വളരെ ക്ലിയറായിട്ട് പറയാം, കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് നിങ്ങൾ ശോധനയാണ്. അത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾ ശോധനയും. പ്രവാചകന്മാർ ഒരുപാടുണ്ട്. എല്ലാ ആത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങളുടെ പണം പോത്തേ ഉള്ളൂ, വേറെ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയമിക്കപ്പെട്ട പ്രവാചകനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. കണ്ടെത്താൻ ഒരു വഴി പറഞ്ഞിരിക്കുക. എന്താണെന്നറിയാമോ? യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കുക എന്നല്ല, യേശുവിനെ അംഗീകരിക്കുക എന്നല്ല കേട്ടോ, യേശുവിനെ സ്വീകരിക്കുക. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിക്കുക, യേശു ക്രിസ്തുവിനെ പോലെയാകുക. അങ്ങനെയുള്ള പ്രവാചകൻ, അതായത് ഈ ലോകത്തെ ചവറന്നെണ്ണി ക്രിസ്തു കാണിച്ച മാർഗത്തിലൂടെ എല്ലാവരെയും സ്നേഹിച്ച് രണ്ടുള്ളതൊന്നും ഇല്ലാത്തവന് കൊടുത്ത്, അങ്ങനെയൊക്കെയാണല്ലോ യേശു പഠിപ്പിച്ചിരിക്കുന്നത്. ഗിരിപ്രഭാഷണം മുഴുവൻ നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ അതുപോലെ സ്വീകരിച്ച് ജീവിക്കുന്ന പ്രവാചകനാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതം പരിശോധിക്കണം. അയാൾ യേശു ക്രിസ്തുവിനെ പോലെയാണോ? അയാൾ എങ്ങനെയാണ് അയാളുടെ ലൈഫ് എന്ന് നോക്കുക. ഇനി അടുത്തതായിട്ട് വീണ്ടും അത് വിശദീകരിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അതായത് അപ്പസ്വലന്മാരുടെ കാലത്ത് തന്നെ ഈ സൈസ് സാധനങ്ങളുണ്ടായത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള പ്രവാചകന്മാർ. എന്നിട്ട് വീണ്ടും പറയാം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ
ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഈ കുറച്ച് നാൾ മുമ്പ് എന്നോടൊരു പ്രവാചകനായൊരു സഹോദരൻ എന്നോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങളിതെല്ലാം പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ എത്ര പേര് വരുന്നുണ്ട്, എന്ത് വിടുതൽ നടക്കുന്നുണ്ട്? ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആയിരങ്ങളാണ് വരുന്നത്, ഭയങ്കര വിടുതലുകളാണ്. അപ്പം അദ്ദേഹം ഇതെന്നോട് പറഞ്ഞിട്ട് എന്നെ ചലഞ്ച് ചെയ്യുകയാണ്, ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ കണ്ടെത്തിയ മാർഗം കണ്ടെത്തിയവർ വളരെ ചുരുക്കമാണ്. വേദപുസ്തകം അങ്ങനെ പറയുന്നു. കാരണം ഇത് ജീവങ്കലേക്കുള്ള മാർഗമാണ്. ജീവങ്കലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. ആ രീതിയിലേക്ക് കടന്നു പോകും. ഇത് കണ്ടെത്തുന്നവർ തന്നെ വളരെ ചുരുക്കമാണ്. പക്ഷേ നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയും വിശാലവുമാണ് എന്നും കൂടി വേദപുസ്തകത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ആൾപ്പെരുപ്പത്തിൻ്റെ കണക്ക് പറഞ്ഞ് സഹോദരനെ അധൈര്യപ്പെടുത്താൻ നോക്കിയാൽ ഞാൻ അധൈര്യപ്പെടുത്തില്ല, ഞാൻ കുറച്ചുകൂടി ബലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മറ്റെന്തെങ്കിലും കാരണം എൻ്റെ കൂട്ടായ്മയുടെ ഞങ്ങൾ കൂടി വരുവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇവർ പ്രവചിക്കുന്ന പ്രവചനം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഇവർ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ പോലെ, യേശുക്രിസ്തു ദാസനായി എന്ന് എഴുതിയിരിക്കുന്നത്, ദൈവമായിരുന്നു, രാജാതിരാജാവായിരുന്നു, താഴേക്കിറങ്ങി ദാസരൂപം സ്വീകരിച്ചെന്നാണ് പറഞ്ഞേ. തന്നെത്താനെ താഴ്ത്തി ദാസരൂപം. യേശു തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത് ശുശ്രൂഷ ചെയ്യിക്കാനല്ല, ചെയ്യാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ മറുവിലയായി വെച്ചു കൊടുക്കാനുമാണ്. അതുപോലെ തന്നെ പറയുന്നു, നിങ്ങളിൽ മുമ്പനാകാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുടെ ദാസരാകട്ടെ. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ? അതോ അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ വന്ന് നിന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അദ്ദേഹം സമയത്ത് കയറി പ്രവചിക്കുന്നു, അദ്ദേഹം ശരീരമൊന്നും അനക്കാതെ ഇങ്ങനെ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്? എങ്കിൽ നിങ്ങൾ കുറിച്ചിട്ടു, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള പ്രവാചകൻ തന്നെയാണ്. ഇനി എന്നിട്ടും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ല, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവചന വാക്കുകൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചാണ്? ലൗകികമായ കാര്യമാണോ ആത്മീകമായ കാര്യമാണോ? കേൾക്കുന്ന വ്യക്തിക്ക് യഥാസ്ഥാനമുണ്ടാകുന്ന, ആത്മീക വർധനമുണ്ടാകുന്ന, പ്രബോധനമുണ്ടാകുന്ന കാര്യം ഈ ശുശ്രൂഷകളിലൂടെ ഉണ്ടാകും. ഗൾഫിൽ പോകുന്ന കാര്യവും അയലോക്കത്തുകാർ കൂടോത്രം വെച്ച കാര്യവും ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഇതെല്ലാം ലൗകികമായ കാര്യമാണ്. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് ഇവിടെ പറയുന്ന ഐഡൻറ്റിറ്റി, അവർ ലൗകികന്മാരാണ്. അവരുടെ ജീവിതവും ആഷ്പോഷാണ് അവരുടെ ജീവിതം. അവർ ലൗകികമായതേ സംസാരിക്കൂ. കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാണ്. ലൗകികന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ആർഭാടത്തിലും ആഡംബരത്തിലും അങ്ങനെ ജീവിച്ച് പുളച്ചു പോവുക. അവരുടെ പ്രവചനക്ക് നേരത്തെ നമ്മൾ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ കൂലി കൊടുക്കണം, പണം കൊടുക്കണം. പണം കിട്ടുന്നതുകൊണ്ട് അവർ പ്രവാചകന്മാരാകുന്നത്. ആരും പണം കൊടുക്കാനില്ല എങ്കിൽ, ആരും പണം കൊടുക്കത്തില്ലെന്ന് തീരുമാനമെടുത്താൽ ഇവർ പ്രവചനം നിർത്തും. തരക്കാരാണ് അവർ. എന്നാൽ യേശു ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട പ്രവാചകന്മാർ ആരും പണം കൊടുക്കേണ്ടവർ, പണത്തിന് വേണ്ടിയല്ല പ്രവചിക്കുന്നത്. അവർ ക്രിസ്തു നിയമിച്ചിരിക്കുന്ന പ്രവാചകന്മാരാണ്. അവരുടെ പ്രവചനം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിക്ക് ആത്മീയവർദ്ധനം ഉണ്ടാവണം, ക്രിസ്തുവിനോടുള്ള ഐക്യതയിൽ തികഞ്ഞു വരും. 4 പേര് ആ പ്രവചനം കേൾക്കുന്ന ആ 4 പേരും യേശു ക്രിസ്തുവും ഒരുപോലെ ആകാനുള്ള ശ്രമം. ആ 4 പേരും തമ്മിൽ ഐക്യത ഉണ്ടാവും, ക്രിസ്തുവിനോടും അവർക്ക് ഐക്യത ഉണ്ടാവും. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറും. അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് അവരെ ചേർത്തിരിക്കുന്നതെങ്കിൽ അവർ വീണ്ടും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ യഥാസ്ഥാനത്തിലേക്ക് വരും. അപ്പോൾ പ്രവചനം കൊണ്ടൊരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട മാറ്റം, ആ വ്യക്തി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി ചേർക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അവിടെ നിന്ന് വ്യതിചലിക്കുന്നത് വീണ്ടും അവനെ യേശു ക്രിസ്തുവിനോട് പറ്റിച്ച് നിർത്തും. അതാണ് ഈ യഥാസ്ഥാനപ്പെടൽ എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിക്കുക. പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട്. നിങ്ങൾ ജാതിയും മതവും ഒക്കെ വിട്ട്, എല്ലാ ചിന്തകളും വിട്ട് രഹസ്യമായിട്ട് വിവരങ്ങൾ അറിയാനുള്ളത് അത്രപ്പാടിലൊക്കെ ഓടുന്നുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു പ്രയോജനവും ഇല്ല. ഇവർ നിങ്ങളുടെ പണവും കൊണ്ടുപോകും. അവർ പറയുന്നതൊക്കെ അച്ചട്ട് കാര്യങ്ങളായിരിക്കും, സംഭവമൊക്കെ കറക്റ്റാണ്. നമ്മൾ നോക്കുമ്പോൾ ഇവരെക്കാട്ടിൽ അച്ചട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകൾ വേറെ ഉണ്ട് കേട്ടോ. നാട്ടിലെ കൈനോട്ടക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ട് ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവർ പെരുകിക്കൊണ്ടിരിക്കുക. ഉരുണ്ടു വീണാൽ പ്രവാചകന്മാരുടെ മുകളിലാണെന്നുള്ളൊരു അവസ്ഥയിലാണ്. പ്രൊഫറ്റുകൾ, പ്രവാചകന്മാർ ഇങ്ങനെ വിവിധ രീതിയിലാണ് അറിയപ്പെടുന്നത്. ആളുകൾ വണ്ടി കയറി എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോകും ഇവരെ കേൾക്കാൻ. പ്രത്യേകിച്ച് ആത്മീയവർദ്ധനമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം, അതിനുള്ളൊരു സൊല്യൂഷൻ തേടിയാണ് ഇവർ പോകുന്നത്. ചിലർക്കൊക്കെ പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടായിരുന്നൊരു 4 സാക്ഷ്യമൊക്കെ പറഞ്ഞു കഴിയുമ്പം മറ്റുള്ളവർക്ക് ഒന്നുകൂടി അതൊരു ഉത്സാഹം. ചില കമ്പനിക്കാർ ചില പ്രൊഡക്റ്റിൻ്റെ മേന്മ പറയാനായിട്ട് അത് ഉപയോഗിക്കുന്ന 1-2 പേരുടെ വാക്കുകളൊക്കെ പറയാറില്ലേ? ചില സിനിമയിൽ TV-യിലൊക്കെ കണ്ടിട്ടില്ലേ പരസ്യം? സിനിമാ നടിമാരൊക്കെ നിന്ന് പരസ്യം പറഞ്ഞു കണ്ടിട്ടില്ലേ? ഈ പ്രോഡക്റ്റ് എനിക്ക്. ഇങ്ങനെ ഇക്കാലത്ത് സിനിമാ നടന്മാരെ വരെ ഈ പ്രവാചകന്മാർ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രസം. ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കുക, ഇത് ബിസിനസ്സാണ്, വഞ്ചിക്കപ്പെടരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.